ഹലോ എവ്രിവൺ, ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്താണെന്നല്ലേ? ഗോതമ്പ് പായസം. അതിനായിട്ട് വേണ്ടത് നുറുക്ക് ഗോതമ്പാണ്. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാമ്പാർ ബ്രോക്കൺ വീറ്റ് എന്നും പറഞ്ഞിട്ട് കിട്ടും. ഇതൊരു 200 ഗ്രാംസ് ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതൊരു 2 to 3 hours ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് കുക്കറിൽ ഒരു 3 വിസിൽ കേൾപ്പിച്ച് വേവിച്ച് വെച്ചതാണ്. പിന്നെ ശർക്കര, ഒരു 1/2 കിലോ ശർക്കര. പിന്നെ തേങ്ങാപ്പാല്, 1-ാം പാല് 300 ml, 2-ാം പാല് 600 ml. ഇത് നിങ്ങൾക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ വേണമെങ്കിലും, അപ്പം 1-ാം പാലിന് പകരമായിട്ട് തിക്കായിട്ട് പൗഡർ മിക്സ് ചെയ്തെടുക്കാം. 2-ാം പാലാണെങ്കിൽ തിന്നായിട്ടും എടുക്കാം. പിന്നെ വറുത്തിടാനായിട്ട് തേങ്ങാക്കൊത്ത്, ഇത് ആവശ്യത്തിന് ഞാനൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടി 1 ടേബിൾ സ്പൂൺ, ചുക്കുപൊടി 1 ടീസ്പൂൺ. ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താ വെച്ചാൽ ചെയ്യാം. കാഷ്നട്ട് 2 to 3 ടേബിൾ സ്പൂൺ വരെ. കിസ്മിസ് 2 ടേബിൾ സ്പൂൺ. പിന്നെ നെയ്യ്, അതിത് വറുത്തിടാനായിട്ടും പിന്നെ നമ്മളിതൊന്ന് വഴട്ടിയെടുക്കണ്ടേ ശർക്കരയിൽ, അതിനായിട്ട് ഒരു 5-6 ടേബിൾ സ്പൂൺ വേണ്ടി വരും. പിന്നെ നോർമലി നമ്മൾ ശർക്കര പായസത്തിന് എടുക്കാത്തതാണ് കണ്ടൻസ് മിൽക്ക്. ഒരു 90 ഗ്രാംസ് കണ്ടൻസ് മിൽക്ക് കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ വരും ശർക്കര പായസത്തിൽ കണ്ടൻസ് മിൽക്ക് എടുത്താൽ. നോർമലി നമ്മൾ പാൽപ്പായസത്തിൽ മാത്രമേ കണ്ടൻസ് മിൽക്ക് ഒഴിക്കാറുള്ളൂ അല്ലേ? ഇനി ശർക്കര പായസത്തിൽ കുറച്ചൊന്ന് ഒഴിച്ചു നോക്കൂ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. ഇനി ഫസ്റ്റ് ഈ ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ചൊരു വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഇട്ടിട്ട് നമുക്കിതൊന്ന് പാനിയാക്കാം. ഇതിപ്പം ഞാൻ ശർക്കര പാനീയം എങ്ങനെ ഉണ്ടാക്കുക കാണിച്ചു തരുന്നത്. പുതിയതായിട്ട് കുക്കിംഗ് തുടങ്ങിയവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇപ്പം തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ഇപ്പം എല്ലാം ഒന്ന് അലിഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങി. ഇനി നമുക്ക് ഈ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് അരിച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. കാരണം ഇതിനകത്ത് മണ്ണും കല്ലും ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ അഴുക്കുകളൊക്കെ കാണും. നെക്സ്റ്റ് ഈ ഗോതമ്പിലേക്ക് ശർക്കര നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യിൽ വേണം ഇത് വഴട്ടി എടുക്കണം നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം. ഇനി ഇത് ശരിക്കും നിർത്താതെ നമ്മൾ വഴട്ടിക്കൊണ്ടിരിക്കണം. ഇനി ഒന്ന് കുറച്ചൊന്ന് ഡ്രൈ ആവണം വരെ, ഈ ശർക്കരയൊക്കെ ഈ ഗോതമ്പിലേക്ക് പിടിച്ച് ഒന്ന് ഡ്രൈ ആവും. അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ആദ്യം ഒരു 10 മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വഴട്ടിയെടുക്കാം. പക്ഷെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് കഴിയുമ്പം ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ശർക്കരയൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബാക്കി വഴട്ടിയെടുക്കാം. ഇപ്പം ഏകദേശം ഒരു 5 മിനിറ്റ് ആയി. ഇനി ഞാനത് ലോ ഫ്ലെയിം ആക്കുകയാണേ. എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്കയിൽ കുറച്ചിടാം. ഒരു 10 മിനിറ്റായി. ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ ഏലക്കാപ്പൊടി ഇടാം. അപ്പം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം പൊട്ടി നമ്മുടെ മേത്തേക്ക് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് സൂക്ഷിക്കുക. ഇത് പായസമൊക്കെ ഉണ്ടാക്കി പരിചയമുള്ളവരോടല്ല ഇത് ഞാൻ പറയണത്. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരില്ലേ, എക്സ്പീരിയൻസ് ഒന്നും അധികം ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണിത്.
ഇത് മാക്സിമം നമുക്ക് വഴട്ടാൻ പറ്റുന്നത്ര സമയം വഴട്ടുക. ഒരു അരമണിക്കൂറൊക്കെ നന്നായിട്ട് വഴട്ടിയാൽ പായസത്തിൻ്റെ ടേസ്റ്റ് കൂടിയേ ഉള്ളൂ. അതേസമയം കരിഞ്ഞു പോകാൻ പാടില്ല. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇത് കുറച്ചൊരു ഡ്രൈ ആവണ വരെ. അപ്പം ഈ ശർക്കരയും ഏലക്ക നെയ്യും എല്ലാം ഗോതമ്പിലേക്കൊക്കെ ഒന്ന് പിടിക്കും. ഇനി കുറച്ചുകൂടെ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 20-25 മിനിറ്റ്സ് ആയിട്ട് ഞാൻ വഴട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നന്നായിട്ടൊന്ന് ഡ്രൈ ആയി, ശർക്കരയൊക്കെ ഒന്ന് ഗോതമ്പിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള രണ്ടാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇത് കുറച്ച് നേരം, ഇതൊരു 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നിർത്താതെ ഇളക്കണം എന്നില്ല. അതൊന്ന് എല്ലാ തേങ്ങാപ്പാലൊക്കെ ഇതിനകത്തേക്ക് ശരിക്കും മിക്സ് ആയാൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പക്ഷെ ലോ ഫ്ലെയിമിലായിരിക്കണം എന്നേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള ഏലക്കയും കൂടി അങ്ങോട്ട് ഇടാം. കുറച്ച് ചുക്കുപൊടി കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ചില നാട്ടിലൊക്കെ ചുക്കുപൊടിക്ക് പകരം ജീരകപ്പൊടി ഇടുന്നവരും ഉണ്ട്. ഇതൊരു 5 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. ഈ ഗോതമ്പ് പായസം ഉണ്ടാക്കുമ്പം കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് ഉണ്ടാക്കണം. കാരണം ഇത് ഇരുന്ന് ഗോതമ്പെന്നല്ല ശർക്കര പായസം എല്ലാം ഒന്ന് കുറുകും. അപ്പം നമ്മൾ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാൻ പാലൊഴിച്ചിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒന്നാം പാലിലേക്ക് ഞാൻ ചുക്കുപൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത്. ഒന്ന് ചൂടായി കഴിയുമ്പോൾ അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇപ്പം ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. അങ്ങനെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇതെല്ലാം ഒന്നാം പാലെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമ്മൾ കണ്ടൻസ് മിൽക്ക് അതും കൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് കുറച്ച് മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു 90 ഗ്രാംസ് കണ്ടൻസ് മിൽക്ക് ഇതിൽ ഒഴിക്കണുള്ളൂ. ഏലക്കയോ ചുക്കിൻ്റെയോ ഒക്കെ ഫ്ലേവർ കുറച്ചുകൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയും തേങ്ങാക്കൊത്തും എല്ലാം ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ടുണ്ടേ. തേങ്ങ വറുക്കുമ്പോഴും ഒന്ന് സൂക്ഷിക്കുക. കാരണം തേങ്ങാക്കൊത്തിൽ വെള്ളമയം ഉണ്ടാവും. എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും പൊട്ടിത്തെറിക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന്, തേങ്ങാക്കൊത്ത് സെപ്പറേറ്റ്, കാഷ്നട്ട് സെപ്പറേറ്റ്, കിസ്മിസ് സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തിടാം. ഞാനിപ്പോൾ ഇത് ഒന്നിച്ചങ്ങോട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ തേങ്ങാക്കൊത്ത് ഒരു ചെറിയൊരു മൂത്ത് വരുമ്പോഴത്തേക്കും കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് കിസ്മിസ് ഇടാവുള്ളൂ. കാരണം കിസ്മിസ് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. കാഷ്നട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആയി. ഇനി ഇതിലേക്ക് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കിസ്മിസ് ഈ ചൂടിൽ കിടന്നിട്ട് ഫ്രൈ ആയിക്കോളും. ഇങ്ങനെ എല്ലാം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഇപ്പം നമ്മുടെ ഗോതമ്പ് പായസവും റെഡി.